എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബയോമോളിക്യൂൾസിൽ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ആണത്. ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനും കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനും, അത്യാവശ്യമായ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനും ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ക്ലാസ്, ഓൺലൈൻ സീരീസിലെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട കാര്യങ്ങൾ നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ നേരെ അതിൻ്റെ ക്ലാസ്സിലേക്ക് പോവാണ്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ പോവാം, കുറച്ചൊരു ക്വസ്റ്റ്യൻ സെറ്റിലേക്ക് പോവാം. പൊതുവെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ചിലപ്പോൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നാലും അതിനൊരു കോർഡിനേറ്റ് ലെവലിൽ നമ്മൾ പോവാം, ഒരു ഇന്റഗ്രേറ്റഡ് ലെവൽ. സോ കൺസിഡർ ചെയ്യുന്നു ബയോമോളിക്യൂൾസ് ആൻഡ് ദെൻ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14.1. ഓക്കെ, ഇറ്റ് ഈസ് എ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14.1. Then glucose and sucrose are soluble in water, but cyclohexane or benzene, simple six-membered ring compound, are insoluble in water. Why? Okay, one second please. അതായത് ഗ്ലൂക്കോസും ഫ്രക്ടോസും സോലുബിൾ ആണ്. ശരിക്കും ഗ്ലൂക്കോസ് 6-membered ring ആണ്, ഫ്രക്ടോസ് 5-membered ring ആണ്. ഇത് സൈക്ലോഹെക്സേനും അല്ലെങ്കിൽ സൈക്ലോപെന്റേനും ഓക്കെ അല്ലെങ്കിൽ ബെൻസീനും ഒന്നും സോലുബിൾ അല്ല. സൂക്രോസ് അല്ല, സൂക്രോസ് ചോദിച്ചാൽ ഫ്രക്ടോസ് അല്ല. ക്വസ്റ്റ്യൻ ഈസ് സെയിം. അപ്പോ യൂഷ്വലി ഈ ഗ്ലൂക്കോസില് അല്ലെങ്കിൽ ഫ്രക്ടോസില് അല്ലെങ്കിൽ സൂക്രോസില് ലാർജ് നമ്പർ ഓഫ് OH ഗ്രൂപ്പ്സ് ആണ്. ഒരുപാട് OH ഗ്രൂപ്പ് ഉണ്ട്. എന്നാൽ ബെൻസീനിലോ അല്ലെങ്കിൽ സൈക്ലോഹെക്സൈനിലോ ഒരു OH ഗ്രൂപ്പ് പോലും ഇല്ല. ബെൻസീൻ ആൻഡ് ദിസ് ഈസ് സൈക്ലോഹെക്സൈൻ, ഇതിലൊരു OH ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ നമ്പർ ഓഫ് OH ഗ്രൂപ്പ് ഇൻക്രീസസ്, solubility also increases. Why it is increases? Here again partially positive, partially too negative ആണ്. അപ്പോൾ പോളാർ സോൾവെന്റിൽ ഇതെന്തായിരിക്കും? സോലുബിൾ ആണ്. ബിക്കോസ് ആൽക്കഹോൾസ് ആർ സോലുബിൾ ഇൻ വാട്ടർ. ലോ മെമ്പേർഡ്, ഓക്കെ, കുറെ അധികം ഉള്ള ആൽക്കഹോൾ അല്ല, ഒരു അപ് ടു 6-membered ഓക്കെ ആൽക്കഹോൾസ് വരെ വാട്ടറിൽ എന്തായിരിക്കും? സോലുബിൾ ആണ് അല്ലെങ്കിൽ പാർഷ്യലി സോലുബിൾ ആണ്. അപ്പൊ OH ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്തോറും സോലുബിലിറ്റി ആൾസോ ഇൻക്രീസസ്. അപ്പൊ ആൻസർ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മതി. ഇൻ സുക്രോസ് ഓർ glucose containing polar OH group, so it is soluble. And compare with benzene or cyclohexane is not soluble. That's the answer. Other question: what are the expected products of hydrolysis of lactose? നമ്മൾ ആ ബോക്സിൽ എഴുതി നോക്കിയാൽ മതി. What is the thing? Alpha D glucose and alpha D glucose. D plus alpha D plus glucose. 14.3. How do you expect absence of aldehyde group in the penta-acetate of D-glucose? അത് ഞാനത് ഫുൾ ആയിട്ട് പറയില്ല, ഇപ്പൊ സമയം എടുക്കും. ഓക്കെ, ഞാൻ പെൻഡാസെറ്റേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്, അവോയ്ഡ് ചെയ്യാണ്. ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദി ആബ്സെൻസ് ഓഫ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇൻ ദി D-glucose? ആൻസർ സിമ്പിൾ ആണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓക്കെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഒരു റിങ്ങിന്റെ പാർട്ടായിട്ട് മാറുകയാണ്. CHO നമ്മൾ ആദ്യം എഴുതിയ ഭാഗം നമ്മൾ OH ഓക്കെ എന്താ പറയാ OH മാറുക, ചേഞ്ച് ഇൻ ടു OH. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഭാഗത്ത് HO ആയിട്ട് മാറുക. അപ്പോ CHO ഇൻവോൾവ് ഇൻ ദി പാർട്ട് ഓഫ് എ റിംഗ്. So CHO group is not free and absence of aldehyde, and it is the absence of aldehyde group. Clear ആണല്ലോ? ഇത്രയും കാര്യം പോയിന്റ്. CHO group is a part of the ring.
Ring in a part of converted into part of a ring, part of a glucose ring. And it is not free. And it is not free. So aldehydic test does not give by glucose. Okay, heading factors leading to cyclic structure of glucose. Notebook factors leading to cyclic structure of glucose. In text question 14.4. 14.4. The melting points and solubility in water of amino acid generally higher than that of corresponding halo acids. Explain. And the possibility due to high polarity. Okay, high polarity. The molecules are associated, and so melting points and boiling points are large. Generally, then where does water present in egg go after boiling the egg? Okay. Appo endu pattunnu vechayal water egg okay, water pole contamination. Okay, water എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വരുന്നതാണ് പ്രോട്ടീൻ സ്ട്രക്ചറിന്റെ ഇടയ്ക്ക് വരുന്നതാണ് വാട്ടർ. എഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വൈറ്റിലൊക്കെ ഓക്കെ ലൈക്ക് ദിസ് വേ ഇതിന്റെ അകത്ത് വാട്ടർ ഉണ്ട് H2O. ഓക്കെ, വാട്ടർ ഉണ്ട്. അപ്പോ ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഡീനാച്ചുറേഷൻ പറ്റും. ഞാൻ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഡീനാച്ചുറേഷന്റെ എക്സാമ്പിൾ ഓക്കെ, ബോയിലിംഗ് ഓഫ് എഗ് ഒരു നല്ല എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോ ഇതിനകത്തുള്ള വാട്ടർ ഇതിന് എക്സ്പെൽ ഔട്ട് ചെയ്യും. ഓക്കെ, ഈ പറയുന്നത് മുഴുവൻ എങ്ങനെയായി പോകും? ഓക്കെ, അപ്പൊ ഇവിടെ വാട്ടറിനകത്ത് നിൽക്കാൻ സ്പേസ് ഇല്ല. സോ വാട്ടർ ഈസ് എക്സ്പെൽ ഔട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവാപ്പറേറ്റഡ് അങ്ങനെയൊക്കെ പറയാം. യെസ്, so that is the question answer. ഒരു കറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ സെറ്റ് ആയിട്ടില്ല. ജനറലി ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ പറയാന്നല്ലാതെ. ഓക്കെ, then ഒരു ഇമ്പോർട്ടന്റ് ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല. എക്സസൈസിലേക്ക് പോവാം. Now we are going to exercise. ഓക്കെ, എക്സസൈസില് what are monosaccharide പറയേണ്ട ആവശ്യമില്ല. Monosaccharide cannot hydrolysis further. That's answer. What are reducing sugars? Sugars does not react with the Fillings reagent and tolerance reagent are called reducing agent. The sugars that are reacted with the tolerance reagent and Fillings reagent is called reducing sugar. Example, write two main functions of carbohydrate in plant. Okay, they give structure and used as a energy storage molecule. Other classify following into monosaccharide and disaccharide. Ribose monosaccharide. 2-deoxyribose again monosaccharide. The ribose sugar DNA RNA maltose. Okay, disaccharide. Ribose 2-deoxyribose monosaccharide. Maltose disaccharide, galactose monosaccharide, fructose monosaccharide, and lactose disaccharide. Then 14.5. What do you understand the term glycosidic linkage? So glycosidic linkage എന്ന് പറയുമ്പോൾ പിന്നെ ഒരു മോണോസാക്കറൈഡ് യൂണിറ്റും അടുത്ത മോണോസാക്കറൈഡ് യൂണിറ്റും നമ്മൾ കമ്പൈൻ ചെയ്യാം. ഓക്കെ, COC എന്ന് വേണമെങ്കിൽ പറയാം. COC type of bond is called glycosidic linkage. Okay, then what is glycogen? Animal starch is called glycogen. How it is different from starch? അപ്പോൾ ഗ്ലൈക്കോജനും സ്റ്റാർച്ചിലെ അമൈലോപെക്റ്റിനും തമ്മിലാണ് റിലേഷൻ ഉള്ളത്. അമൈലോപെക്റ്റിനും ഗ്ലൈക്കോജനും സിമിലർ സ്ട്രക്ചറാണ്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അമൈലോപെക്റ്റിനേക്കാളും ബ്രാഞ്ചിങ് കൂടുതലായിരിക്കും ആർക്ക്? ഗ്ലൈക്കോജൻ. Glycogen is more branched as compared to amylopectin. Then 14.7. What are the hydrolysis product of sucrose? Alpha D plus glucose, beta D minus fructose. Lactose നമ്മൾ നേരത്തെ തന്നെ ആൻസർ ചെയ്താണ്. ഇതൊന്നും നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 14.8. What is the basic structural difference between starch and cellulose? Basic structure ചോദിച്ചാണ്. ഒന്ന്, ബേസിക് യൂണിറ്റില് സ്റ്റാർച്ചിന്റെ അകത്ത് ആൽഫ ഡി ഗ്ലൂക്കോസ്, സെല്ലുലോസിന്റെ അകത്ത് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ഓക്കെ,
ഇനി സ്ട്രക്ചറൽ ഡിഫറൻസ് ചെയിൻ ഡിഫറൻസ് ആണ്. ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് C1 to C4 ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ഇൻ ഇത് സ്റ്റാർച്ചില്. ഓക്കെ, C1 to C4 ബീറ്റ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ഇൻ cellulose. So that is the basic structural difference. 14.9. What happens when D-glucose is treated with the following reagents? Reactions like നോക്കാം. HI, answer is XII. Bromine water, answer is gluconic acid. HNO3, answer is saccharic acid. നോട്ടില് റിയാക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 14.10. Enumerate the reaction of glucose which cannot explained by open chain structure. നോട്ട് നോക്കാം. നോട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും structures leading to cyclic structure, leads to cyclic structure. അതിൻ്റെ അകത്ത് it cannot react with sodium bicarbonate. ഓക്കെ, ആ ലെവലിൽ നമ്മൾ ഒരു cannot react with DNP dinitrophenyl hydrazine, cannot react with skiff base, skiff reagent. രണ്ടും പറയാം. സ്കിഫ്സ് റിയാക്റ്റന്റ്. ഇത് മൂന്നാണ് ഈ ഭാഗത്ത് പറയേണ്ടത്. റിയാക്ഷൻ പറയാൻ ചോദിച്ചത്. ബാക്കിയുള്ള എഴുതണ്ട, ആൽഫ ബീറ്റ ഫോം എഴുതണ്ട, ഇതും റിയാക്ഷൻ കാര്യം ചോദിച്ചത്. Then 14.11. What are the essential and non-essential amino acids? ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തതാണ്. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. എസെൻഷ്യൽ നമുക്ക് നമ്മുടെ ബോഡി തന്നെ പ്രിപ്പയർ ചെയ്യും. നോൺ എസെൻഷ്യൽ പുറമേ നിന്ന് തരണം, കിട്ടണം. Okay, so that's the difference. Give 2 examples of each type. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. Then 14.12. Define the following related to protein structure. Peptide linkage. Peptide linkage എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആസിഡും അടുത്ത അമിനോ ആസിഡും തമ്മിലുള്ള ലിങ്കേജ് ആണ് peptide linkage. It is a linkage between 2 amino acids. Primary structure. Okay, single strand straight line structure എന്ന് പറയുന്ന പേരാണ് primary structure, and there is no hydrogen bond. Denaturation. Denaturation എന്ന് പറയുമ്പോൾ native protein structure ഒരു primary structureലേക്ക് മാറാം. അല്ലെങ്കിൽ secondary, tertiary, quaternary structure is changed into primary structure is called denaturation. Main example is boiling of egg. What are the common type of secondary structure of protein? Common type of secondary structure of protein. Common type എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട്. ഒന്ന് ആൽഫ ഹെലിക്സ്, രണ്ടാമത് ബീറ്റ പ്ലേറ്റ്, 2 എണ്ണം. ഒന്ന് സിമെട്രിക്കും അൺസിമെട്രിക്കും ഉള്ളത്. അതിന് നമ്മൾ എന്താ പറയാ? Symmetric and unsymmetric. I forget that. What is that? Symmetric and unsymmetric. ഒരു ബീറ്റ പ്ലേറ്റിന്റെ അകത്ത് സിമെട്രിക് ആൻഡ് അൺസിമെട്രിക്. വെയിറ്റ് എ സെക്കൻഡ്, നമുക്ക് നോക്കിയേക്കാം. I forget a little bit. ബീറ്റ പ്ലേറ്റ് തന്നെയാണ്. ബീറ്റ പ്ലേറ്റില് ടെസ്റ്റ് ഡിഫറൻസ് കൊടുത്തില്ലേ? ബീറ്റ ഷീറ്റ്. ഒരു ബീറ്റ പ്ലേറ്റിൽ നിർത്തിയിട്ടോ. നമ്മളെ നോട്ട്ബുക്കിലെ ബീറ്റ പ്ലേറ്റ് 2 എണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നോർമലി യു അപ്ലൈ ബീറ്റ പ്ലേറ്റ്. അപ്പോ 2 എണ്ണമായിട്ട് നമുക്ക് പറഞ്ഞാൽ മതി. നോട്ട്ബുക്കിൽ ഒന്നുകൂടെ ഉണ്ട്. സിമെട്രിക് അൺസിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ എനിവേ കുഴപ്പമില്ല. അപ്പൊ 2 എണ്ണമായിട്ട് പറഞ്ഞാൽ മതി. Secondary structure in 2 category. One is alpha helix, 2 beta plate structure. It is enough. Then 14.14. What type of bonding helps in stabilizing alpha helix structure of protein? Secondary structure on alpha helix, hydrogen bonding. Then differentiate between globular and fibrous. Globular means spherical shape, fiber means linear shape. Then പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് അത്രയും മതി ബേസിക്കലി. എക്സാമ്പിൾ വേണമെങ്കിൽ ഒരു ഡിഫറൻസ് ആക്കി എഴുതാം. Then how do you explain amphoteric behavior of amino acid? എങ്ങനെ amphoteric behavior explain ചെയ്യും? Amino acid can react with acid. Acid react ചെയ്താൽ forming ammonium. Aminonium എന്ന് പറയാൻ ammonium. Anyway, it's a cation and it can react with base forming anion. So it can react with both acid and base, and this is amphoteric. Then what are enzymes? Enzymes are biological catalyst. What is the effect of denaturation on the structure of protein? Structure എന്ത് പറ്റും? Secondary, tertiary,
quaternary changed into primary structure. Then, how are vitamins classified? Name the vitamin responsible for the coagulation of blood. Vitamin K and coagulation of blood. Okay, yes. Vitamin we discuss why vitamin C is essential to us. Okay, give their important source. Okay, right. Vitamin C essential. So there is no vitamin C scurvy or like that type of. Okay, vitamin C and okay, vitamin C deficiency. Okay, vitamin C scurvy, yes. അപ്പോൾ സ്കർവി വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വൈറ്റമിൻ സി നമുക്ക് പുറമേ നിന്ന് കിട്ടണം. നമ്മുടെ ബോഡി ഒന്നും അത് എന്ത് ചെയ്യുന്നില്ല, പിന്നെ ജനറേറ്റ് ചെയ്യുന്നില്ല. ദെൻ മെയിൻ സോഴ്സ് ഓക്കെ സിട്രസ് ഫ്രൂട്ട്സ്. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, ഓക്കെ, പിന്നെ ഈവൻ ഗ്രേപ്പ് സിട്രസ് ഫ്രൂട്ടാണ്. സിട്രസ് ഫ്രൂട്ട് ഗ്രേപ്പ്. And then it is amla, okay, like that. Then, how vitamins classified? Name the vitamin responsible for the coagulation of blood. Classified in ചോദിച്ചിട്ടില്ലേ? Classified എന്ന് പറയുമ്പോൾ water soluble and oil soluble. അതാണ് classification. Then 14.20. Why are vitamin A and vitamin C is essential? അതാണ് ചോദിച്ചത് അല്ലേ? ഓക്കെ, അത് ഞാൻ ക്വസ്റ്റൻ ഒന്ന് മാറിപ്പോയെ, അത് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വാട്ട് ആർ ന്യൂക്ലിക് ആസിഡ്? മെൻഷൻ ദി ടു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. ന്യൂക്ലിക് ആസിഡ്സ് ആർ ടു ടൈപ്സ്. ഓക്കെ, RNA ആൻഡ് DNA. നെയിം ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ ചോദിക്കുമ്പോൾ RNA can synthesize protein. DNA is containing genetic code and it can synthesize RNA. Also, one DNA can generate another DNA. What is the difference between nucleoside and nucleotide? പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കാര്യം. The two strands of DNA are not identical but complementary. Okay, രണ്ട് സ്റ്റാൻഡും ഐഡന്റിക്കൽ ഒരേപോലെയാണ്, but it's not complementary. ഒരു സ്റ്റാൻഡ് നേരെ മുകളിലേക്ക് എടുക്കുന്നു, അതേപോലെ ഒരു സ്റ്റാൻഡ് ഇറങ്ങി താഴേക്ക് പോകുന്നു. ഓക്കെ, സോ കോംപ്ലിമെന്ററി ആണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എക്ക് അപ്പുറത്ത് അവിടുത്തെ ടി വരും, ജിക്ക് അപ്പുറത്ത് സി വരും. ഓക്കെ, ബേസ് കേട്ടോ, അതുകൊണ്ടാണ് അതിന് കോംപ്ലിമെന്ററി എന്ന് പറയാൻ കാര്യം. Then, write important structural and functional difference between RNA and DNA. നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ RNA and DNA ക്ലാസ്സിൽ കൃത്യമായിട്ടാണ്. What are the different type of RNA found in cell? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ട്രാൻസ്ക്രിപ്ഷണൽ RNA, ഓക്കെ, ട്രാൻസ്ലേഷണൽ RNA, ഓക്കെ, മെസ്സഞ്ചർ RNA, mRNA ഒക്കെ പറയാം. ഓക്കെ, അത് ബയോളജി കൂടുതൽ പഠിക്കുന്നുണ്ടാവും, നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല. എനിവേ, ഇതൊന്ന് ഓർത്ത് വയ്ക്കാം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് RNA. അപ്പൊ നമ്മൾ ഇതോടുകൂടി ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റിനകത്ത് നമ്മളുള്ള കാര്യം കഴിഞ്ഞു. നേരെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ വേണം, ഇത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, റൈറ്റ് 3 ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. നോട്ടിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡിഫറൻസ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണ് കൊടുത്തേക്കണേ. സോ ഇറ്റ്സ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. 3 ഡിഫറൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. 2, give the open chain and ring structure of glucose and account the existence of glucose in 2 anomeric form. Open chain structure വരയ്ക്കാം, റിംഗ് സ്ട്രക്ചറും വരയ്ക്കാം. ക്ലിയർ ആണോ? ശേഷം റിങ്ങിന്റെ തന്നെ ഒരു ആൽഫ ഫോമും ബീറ്റ ഫോമും വരയ്ക്കാം. കഴിഞ്ഞു. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. യെസ്. അടുത്തത് third one, which vitamin responsible for blood clotting? പറഞ്ഞതാണ് vitamin K. 1 mark question. Describe primary and secondary structure of protein. പറയേണ്ട ആവശ്യമില്ല. 5th one, among the following vitamin is water soluble. Okay, A is oil soluble, B ആണ് water, B ലെല്ലാം water soluble. D is not water soluble, E also not water soluble. Answer is here B. State 2 difference between globular and fibrous protein. Okay, globular, okay, ഒന്നത് പറയേണ്ടത് spherical shape. Fibrous എന്ന് പറയേണ്ടത് okay, പിന്നെ straight chain, linear chain. Okay, then രണ്ട് example, fibrous
Okay, myosin പറയാം, എക്സാമ്പിൾ ആയിട്ട് കെരാറ്റിൻ പറയാം, ഫൈബറസ്. ഓക്കെ, ഇതൊക്കെ പറയാം. ദെൻ അപ്പുറത്ത് ഗ്ലോബുലാർ പറയണമെങ്കിൽ ഇൻസുലിൻ പറയാം. ഓക്കെ, ഹീമോഗ്ലോബിൻ പറയാം. സോ ദാറ്റ്സ് ആൻസർ. ദെൻ അടുത്തത് alpha D plus glucose and beta D plus glucose are anomers. Okay, they are anomers. കുറെ ഐസോമേഴ്സ് പറഞ്ഞിട്ടുണ്ട്. Anomers. What is denaturation of protein? Again repeat ചെയ്യുന്നില്ല, നമുക്കറിയാം. Then difference between nucleoside and nucleotide. പറയേണ്ട ആവശ്യമില്ല. Yes. Then which of the following is a polysaccharide? Maltose, glucose, fructose, cellulose. Here answer is cellulose. Then B. Explain amphoteric behavior of amino acid. രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ വരയ്ക്കുക, നമ്മുടെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ടുണ്ട് സ്ട്രക്ചർ വരയ്ക്കുക, അതും ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. അടുത്തത് അമിനോ ആസിഡ് എടുക്കുക, സ്ട്രക്ചർ വരയ്ക്കുക, അതും ബേസുമായിട്ടുള്ള റിയാക്ഷൻ. നോട്ട്ബുക്കിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബോർഡിൽ എഴുതി സമയം കളയാനില്ല. ഓക്കെ, proteins are biomolecules. What is denaturation of protein? Again prepared question. Match the following. Okay, left hand side vitamin A, starch, aldohexose, enzyme. വലത് ഭാഗത്ത് ഗ്ലൂക്കോസ്, സൈമാസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, അമൈലോസ്, ഫ്രക്ടോസ്. ഇനി മാച്ച് ചെയ്യാൻ പോവാണ്. വൈറ്റമിൻ എ ലെഫ്റ്റിലുള്ളത് വൈറ്റമിൻ എ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, സീറോതാൽമിയ എന്ന് പറയും, നൈറ്റ് ബ്ലൈൻഡ്നെസ്, സീറോതാൽമിയ. സ്റ്റാർച്ച്, സ്റ്റാർച്ചിന്റെ കാര്യം നോക്കുമ്പോൾ അമൈലോസ്, വലതുഭാഗത്ത് അമൈലോസ്, ഇടതുഭാഗത്ത് ആൽഡോ ഹെക്സോസ്, ആൽഡിഹൈഡ് ഉള്ള 6 കാർബൺ ഉള്ള ഷുഗർ, ഇറ്റ് ഈസ് ഗ്ലൂക്കോസ് ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഗ്ലൂക്കോസ്. ഈ എൻസൈം സൈമൈസ്. Then 10th one. Cane sugar, glucose and starch are carbohydrates. Represent the structure of glucose. Again, a simple structure of the 1 mark question on lyso. Then B. Write a method to prepare glucose from starch. Okay, starch അത് നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. സ്റ്റാർച്ച് ഹൈഡ്രോളിസ് ചെയ്താൽ മതി. ഓക്കെ, നോ യു ക്യാൻ ടേക്ക് ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. സ്റ്റാർച്ച്, ഓക്കെ, ദിസ് എ സ്റ്റാർച്ച്, ദിസ് എ സ്റ്റാർച്ച്. സ്റ്റാർച്ച് എന്ത് ചെയ്യുന്നു? ഹൈഡ്രോളിസ് ചെയ്യുന്നു. വാട്ട് ഇസ് ഹൈഡ്രോളിസിസ്? H2O bar H plus ഹൈഡ്രോളിസ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടാം? n നമ്പർ ഓഫ് ഗ്ലൂക്കോസ്, C6H12O6. Yeah, okay, clear. Then അടുത്തത്, write a method to prepare glucose from starch. അത് പറഞ്ഞു കേട്ടോ. Write chemical equation for the reaction. Hydrolysis ആണ് അതിന്റെ റിയാക്ഷൻ. Then അടുത്തത് C. Suggest any 2 use of carbohydrate. It is main content in food, sugar, starch. Okay, then it is used as energy storage molecule. Okay, in plants, then it is the basic structure of plant. Okay, then 11th one. Match the following structure of protein in column 1 and column 1 with their characteristic features column 2. അതിന്റെ ഫീച്ചർ വലതു ഭാഗത്തിന്റെ ഇടതു ഭാഗത്ത്. Primary structure. Okay, primary structure. Structure of amino acid. Secondary structure. Folding of peptide chains. Sorry. Primary structure എന്ന് പറയാം സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് കേട്ടോ. സീക്വൻസ് അതിങ്ങനെ ഏതാണ് അമിനോ ആസിഡിന്റെ സീക്വൻസ് അതാ പറയാം. സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. സെക്കൻഡറി സ്ട്രക്ചർ ഫോൾഡിംഗ് ഓഫ് പെപ്റ്റൈഡ് ചെയിൻസ്. ടേഴ്സറി സ്ട്രക്ചർ spatial arrangement of polypeptide subunit. Polypeptide subunit അല്ല. Structure fibrous and fibrous of globular nature. Fibrous or globular nature. Quaternary structure spatial arrangement of polypeptide subunit. അടുത്തത് B. What is denaturation of protein? Easy. പറയില്ല. Carbohydrate broadly divided into monosaccharide, oligosaccharide, and polysaccharide. Write one example each of monosaccharide and oligosaccharide. Monosaccharide glucose, fructose, ribose. Oligosaccharides maltose, lactose. Okay.
and sucrose. Then B, write any one method for preparation of glucose. The sucrose ആയിട്ടുള്ള ചെയ്യാം ഇത് ചെയ്യാം. What is a peptide linkage? Peptide linkage എന്ന് പറയുമ്പോൾ amide linkage ആണ്. രണ്ട് അമിനോ ആസിഡ് കൂടി ചേരുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു amide linkage ഉണ്ടാവും. So that is called peptide linkage. 13th one, അതിന്റെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട് കേട്ടോ. Biomolecules are formed by certain specific linkage between simple monomeric unit. Write the name of linkage and monomeric unit of following biomolecules. Starch. Starch ഏതെങ്കിലും ഒന്നിനെ വെച്ച് പറഞ്ഞാൽ മതി. അമൈലോസ് അല്ലെങ്കിൽ അമൈലോ പെക്റ്റിനെ വെച്ച് പറഞ്ഞാൽ മതി. സ്റ്റാർച്ചിന്റെ അകത്ത് ആദ്യം നമ്മൾ എന്താ വേണ്ടത്? ലിങ്കേജ് വേണം അല്ലെ? ലിങ്കേജ് C1 to C4 ആൽഫ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്. സ്റ്റാർച്ചിന്റെ അകത്ത് അതിന്റെ ബേസിക് യൂണിറ്റ് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ്. പ്രോട്ടീൻ്റെ അകത്ത് ലിങ്കേജ് വരിക ഡൈഎസ്റ്റർ ഫോസ്ഫേറ്റ് ലിങ്കേജ്. ഡൈഎസ്റ്റർ ഫോസ്ഫേറ്റ് ലിങ്കേജ്. പ്രോട്ടീൻ്റെ അകത്ത് യൂണിറ്റ് സബ് യൂണിറ്റ് 3 എണ്ണം ഉണ്ട്. ഒന്ന് റൈബോസ് ഷുഗർ അല്ലെങ്കിൽ 2-deoxy റൈബോസ് ഷുഗർ. അടുത്തത് ബേസിന്റെ അകത്ത് pyrimidine and purine, and again അടുത്തത് ഫോസ്ഫേറ്റ്. I'm wrong. ഞാൻ പറഞ്ഞ ന്യൂക്ലിക് ആസിഡ് കേട്ടോ. പ്രോട്ടീൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, അമിനോ ആസിഡ്സ്. ലിങ്കേജ് amide linkage. ന്യൂക്ലിക് ആസിഡ് ഞാൻ പറഞ്ഞു. Next question 14. Name a fat soluble vitamin. ഏറ്റവും ആദ്യത്തെ vitamin A. Suggest a disease caused by its deficiency. Xerothalmia എന്ന് പറയാം, അല്ലെങ്കിൽ night blindness. Then B, what do you mean by following secondary structure of protein? Primary structure folded by hydrogen bonding, forming maybe alpha helix or beta plate like structure. Kind of. Nucleoside എന്ന് പറഞ്ഞാൽ it is a combination of sugar plus base. Nucleotide എന്ന് പറഞ്ഞാൽ sugar, okay, base and phosphate. അതാണ് nucleotide. Then name the product obtained by following reaction. C6H12O6 bromine water. അപ്പൊ നമ്മൾ ചെയ്തോളൂ. Answer is okay, gluconic acid. C6H12O6 HI bar heat, okay, it is hexane NHexane. What is invert sugar? Invert sugar is sucrose. Name 2 polysaccharides. Cellulose, amylose, amylopectin. Name 2 correct. 16th one, amino acid can be classified into 2 essential and non-essential amino acids. What is the basis of classification? One can generate from our body and cannot generate our body. That is essential. That's the. Maybe you have studied that very well in biology. Okay. കുറെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ പഠിച്ചൊരു കാര്യമില്ല. അതിന്റെ സ്ട്രക്ചറും കറക്റ്റ് ഫങ്ഷൻസും ഒക്കെ പഠിച്ചാലേ കെമിസ്ട്രിയിൽ കാര്യമുള്ളൂ. ഇൻ ബയോളജി ഇറ്റ് ഈസ് ദേ ആർ based on fully function based. Okay. So amino acid is this one. They are not studying main structure aspect. They are function aspect. Okay. അതാ മതി, ബയോളജിയിൽ അത് മതി. പക്ഷെ ഇവിടെ നമ്മൾ സ്ട്രക്ചർ പഠിച്ച ശേഷം ഫങ്ഷൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. Okay. Anyway, so give one example of essential and non-essential amino acid. പറയേണ്ട ആവശ്യമില്ല. Write any 2 difference between DNA and RNA. Again repeat it. 17th one, proteins are important polymers of biological systems. What is denaturation? Important example of denaturation. Give 2 example of denaturation. 2 example record power. The main example, heating, okay, boiling egg. Boiling egg ആണ് നമ്മൾ ഒരു എക്സാമ്പിൾ. ഇനി നമ്മൾ ഏത് പ്രോട്ടീൻ എടുത്താലും മതി. ഓക്കെ. Heating of insulin. Okay. Heating of, okay, what is that? Hemoglobin. Okay. Any type of protein you can take. Okay, yes. Heating of any enzyme ആയിക്കോട്ടെ. Heating of ഏതെങ്കിലും enzyme. Invertase. Okay.
heating of diabetes. Okay, so many examples. Okay. 18th one. Carbohydrates classified monosaccharide, oligosaccharide, and polypeptides. What is the basis of classification? Answer is Indian classification without the classification based on hydrolysis and number of monosaccharide units present in it. Give an example of oligosaccharide. മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ട്. Sucrose, maltose, lactose. Vitamin C is a vitamin found in fruit and vegetables. It cannot stored in our body. Why? Okay. Vitamin C easy ആയിട്ട് നമ്മുടെ ബോഡി ഡീകമ്പോസ് ചെയ്യും. ഇതിന്റെ അപ്പുറത്ത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഞാനത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് പറയാം എന്തുകൊണ്ട് വൈറ്റമിൻ സി നമ്മുടെ സ്ഥലത്ത് സ്റ്റോർ ആവുന്നില്ല. ഓക്കെ, നമുക്ക് ഇറ്റ് ക്യാൻ ഈസിലി ഡീകമ്പോസ്. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് നമ്മുടെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല, ഞാൻ പറയാം. ഓക്കെ, then 19th question. Proteins are the polymers of alpha amino acids. The structure and shape of proteins can be discussed in 4 levels, namely primary, secondary, tertiary, quaternary. Give account for structure of shape and molecules in 4 levels. Okay. Name carbohydrate. ഇതൊരു match the following ഒരല്പം ഡിഫിക്കൽട്ടിയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മാത്രമല്ല അതിൽ കുറച്ച് എറേഴ്സും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അതിന്റെ 20ൽ ബി proteins have polypeptide bonds. What are polypeptides? Okay, polypeptide bonds. Polypeptide proteins are having polypeptide bonds. What are polypeptides? They are amide linkages. Then 21. Carbohydrate classified into 3 classes: monosaccharide, oligosaccharide, and polysaccharides. What are polysaccharides? N number of monosaccharide unit gives polysaccharide. Example video check out: amylose, amylopectin, cellulose, glycogen. Write 2 example of polysaccharide. Okay. What is an invert sugar? Okay. What is an invert sugar? Invert sugar പറയേണ്ട ആവശ്യമില്ലോ. Sucrose is an invert sugar. What is the difference between the basis structure of starch and cellulose? Textbook question തന്നെയാണ്. Starch basis structure monosaccharide unit alpha D plus glucose, cellulose beta D plus glucose. Linkage മാറ്റമുണ്ട്. സ്റ്റാർച്ചിനകത്ത് 1,4 alpha glycosidic linkage, cellulose-നകത്ത് 1,4 beta glycosidic linkage. Okay. 22. Source sucrose is fermentation by yeast to ethyl alcohol. What are the enzymes used in the conversion? രണ്ടെണ്ണമാണ്. ഒന്ന് സൈമേസ് ആൻഡ് ഇൻവെർട്ടേസ്. ഓക്കെ, സ്റ്റാർച്ച് ആണ് അല്ലെ, സുക്രോസ്. സുക്രോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇൻവെർട്ടേസ് ആണോ, ഇൻവെർട്ടേസ്. ഞാൻ അതിന്റെ എഴുതുള്ളൂ, ഇൻവെർട്ടേസ്. ഗ്ലൂക്കോസ് പ്ലസ് പിന്നെ എന്തായിരിക്കും, ഫ്രക്ടോസ്. Again, this glucose can be converted into alcohol. എന്താ പറയാ, alcohol by cymase. Okay, cymase. Okay, then forming alcohol. Okay, ഇത് alcohol. Okay, ഇത് നമ്മള് പിന്നെ ആൽക്കഹോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ പഠിക്കുന്നു. Then next question. Glucose is commonly prepared from polysaccharides. What are the polysaccharides used for the production of glucose? Amylose ഉപയോഗിക്കാം, amylopectin ഉപയോഗിക്കാം. ഓക്കെ, ഇത് രണ്ടും ഉപയോഗിക്കാം. Name the process involved in the formation of glucose from the above method. ഒരു ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്. എൻസൈമിൽ നോക്കിയാൽ മതി. എൻസൈമിൽ നോക്കുമ്പോൾ ഗ്ലൂക്കോസിന് എന്താ ഉണ്ടാക്കണ്ടേ? ഓക്കെ, പോളിസാക്കറൈഡ് അല്ലെ. പോളിസാക്കറൈഡ് ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് സ്റ്റാർച്ച് അല്ലെ, സ്റ്റാർച്ച് എടുക്കണം. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ അമൈലോസ് ഓർ അമൈലോപെക്റ്റിൻ. ഞാൻ നോക്കട്ടെ, അമൈലോസ് ഓർ അമൈലോപെക്റ്റിൻ. സോ നമുക്ക് നോക്കിയേക്കാം. എൻസൈംസിന്റെ കാര്യത്തില് എൻസൈം കാര്യമായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, എൻസൈംസ്. വെയിറ്റ് എ സെക്കൻഡ്, ഞാൻ എന്റെ നോട്ട് നോക്കട്ടെ. യെസ്,
Wait a second. Last question. Yes. Yes. Starch into glucose amylase ആട്ടോ amylase. ഞാൻ മറന്നുപോയത് amylase. പിന്നെ ഗ്ലൂക്കോസ് കിട്ടുന്ന അതാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുക. ഇനി പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഡയറ്റേസ് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ്. ഡയറ്റേസ് ആണ് അഗെയിൻ മാൾട്ടോസ് ഇൻറ്റു ഗ്ലൂക്കോസ് മാൾട്ടേസ്. ഓക്കെ, രണ്ട് പോസിബിലിറ്റി നമ്മൾ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഓക്കെ, ഒന്ന് യു ക്യാൻ സേ ഹിയർ അഗെയിൻ സ്റ്റാർച്ച്. ഓക്കെ, സ്റ്റാർച്ച് ആണ്, സ്റ്റാർച്ച് ഇൻറ്റു ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് amylase. ഇനി അടുത്തത് വേറെ പോസിബിലിറ്റി, സ്റ്റാർച്ച് എടുക്കുന്നു, സ്റ്റാർച്ച് നേരെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, പിന്നെ ഓക്കെ ഇറ്റ് ഈസ് ഡയറ്റേസ്. അപ്പൊ കിട്ടുക മാൾട്ടോസ് ആണ്. മാൾട്ടോസ് പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പില് മാൾട്ടോസ് ആണ്. ഓക്കെ, മാൾട്ടേസ് you can get glucose again. Okay, so that's the two process. It's a good question. Okay, പെട്ടെന്ന് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. സോ എനിവേ, ഇതോടുകൂടി ഞാൻ ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. And so this is maybe last online class for you. Okay, in the case of biomolecules. And thank you for watching. Again, be safe and be be confident. Thank you.